ഹേ ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിട്ടില്ലെങ്കിൽ ഈ സംഭവമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അല്ലെ വെറുതെ കൗതുകത്തിന് വേണ്ടിയാണെന്ന പോലെയും കാണാം. പക്ഷേ സ്പോയിലർ ആണ് കേട്ടോ, അത് മനസ്സിലുണ്ടാവണം. നമുക്കറിയാം, മാർവൽ സിനിമകൾ എപ്പോഴും അവയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളിലൂടെയാണ് അടുത്ത സിനിമകളിലേക്കുള്ള വഴി ഒരുക്കുന്നത്. ഈ സിനിമയും അതിനൊട്ടും പിന്നോട്ടല്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിറങ്ങിയ ഏതൊരു പ്രേക്ഷകരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സ്പൈഡർമാൻ ഇപ്പോൾ ഭൂമിയിൽ എവിടെയാണ് ഉള്ളത്? അല്ല, ഭൂമിയിലാണോ അതോ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ആണോ അവനിപ്പോൾ ഉള്ളത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പല ഫാൻ തിയറികളുടെയും മാർവൽ കോമിക്സുകളുടെ ചരിത്രം വെച്ചിട്ടും ഒന്ന് നോക്കാം. സിനിമയിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തുടങ്ങുന്നത് നെഡ് ലീഡ്സിൽ നിന്നാണ്. നെഡ് തന്റെ കയ്യിലുള്ള ട്രാക്കർ ഉപയോഗിച്ച് പീറ്റർ പാർക്കർ എവിടെയാണെന്ന് തിരയുകയാണ്. അങ്ങനെ ക്യൂൻസിലുള്ള പീറ്ററിനെ ആ ട്രാക്കർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ആ ട്വിസ്റ്റ് വരുന്നത്. നിമിഷങ്ങൾക്കകം ആ ട്രാക്കറിൽ രണ്ടാമതൊരു സിഗ്നൽ കൂടി കാണിക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ ട്രാക്കർ പതിയെ ഭൂമിയിൽ നിന്നും സൂം ഔട്ട് ചെയ്ത് ബഹിരാകാശത്തേക്ക് പോകുന്നതാണ്. പെട്ടെന്ന് സ്ക്രീനിൽ ചെറിയൊരു ഗ്ലിച്ച് സംഭവിക്കുന്നു. അതിനുശേഷം യൂണിവേഴ്സിൽ എവിടെയോ നിന്നായി മറ്റൊരു സ്പൈഡർമാൻ സിഗ്നൽ കൂടി തെളിഞ്ഞു വരികയാണ്. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന ഡീറ്റെയിലുകളുണ്ട്. ആദ്യത്തെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ, ഈ സീൻ നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ആ പശ്ചാത്തലത്തിലുള്ള കോൺസ്റ്റലേഷൻസിനൊന്നും യാതൊരു മാറ്റവുമില്ല. അതിനർത്ഥം ആ രണ്ടാമത്തെ സിഗ്നൽ ഭൂമിയിലെ മറ്റൊരു സ്ഥലത്ത് നിന്നല്ല, മറിച്ച് മറ്റേതോ ഗ്രഹത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ്. പിന്നെ രണ്ടാമത്തെ ഡീറ്റെയിൽ നോക്കിയാൽ, ഭൂമിയിലുള്ള നമ്മുടെ പീറ്ററിൻ്റെ സിഗ്നൽ അവിടെ നിന്ന് മായുന്നില്ല, അതവിടെ തന്നെയുണ്ട്. അതായത് ട്രാക്കർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എവിടെയുള്ള തികച്ചും പുതിയതായ മറ്റൊരു സ്പൈഡർമാൻ സിഗ്നലാണ്. പക്ഷേ ഈ ഒരു സീൻ വലിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെയാണ് അവസാനിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമയ്ക്ക് മുൻപാണോ അതോ ശേഷമാണോ ഈ സംഭവം? ഇനി ഇതിനെപ്പറ്റിയുള്ള ചില പ്രധാന തിയറികൾ നോക്കാം. ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ,